ബാല്യകാല സഖി. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു പേടിയും അറപ്പും തോന്നും. ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ചു വേണം ഈ പുസ്തകം വായിക്കുവാൻ. ബാല്യകാല സഖിയെക്കുറിച്ച് അവതാരകൻ MP പോൾ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ നോവലുകളിലൊന്നാണ് ബാല്യകാല സഖി. മജീദ്, സുഹറ എന്നീ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. പൂർത്തീകരിക്കാനാവാത്ത രണ്ട് കളിക്കൂട്ടുകാർ തമ്മിലുള്ള പ്രണയത്തെയും സൗഹൃദത്തെയും വിവരിക്കുകയാണ് ബാല്യകാല സഖിയിലൂടെ. ബഷീർ തൻ്റെ മറ്റു രചനകളിൽ എന്നവണ്ണം ഹാസ്യം നിറയ്ക്കുവാനും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹൃദയഭേദകമായ നിമിഷങ്ങളെ അതിൻ്റെ തീവ്രത ഒട്ടും ചോരാതെ വായനക്കാരിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബാല്യകാലം മുതൽക്കു തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിൽ അസാധാരണമായ സംഗതി അവർ പരിചയത്തിലാകും മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. നാട്ടിൽ ധനികനായിരുന്നു മജീദിൻ്റെ ബാപ്പ. എന്നാൽ അടയ്ക്കക്കച്ചവടക്കാരൻ്റെ മകളായിരുന്നു സുഹറ. പല വഴക്കുകൾക്ക് ശേഷം അവർ സുഹൃത്തുക്കളായി മാറി. അവരെ തമ്മിൽ ശത്രുക്കളാക്കിയതും അടുപ്പിച്ചതും സുഹറയുടെ വീടിനടുത്തുള്ള മാവിലെ മുഴുത്ത മാമ്പഴങ്ങളായിരുന്നു. സുഹറ, മജീദ് എന്നീ കഥാപാത്രങ്ങളിലൂടെ ബാല്യകാലത്തെ നിഷ്കളങ്കമായ അനുഭവങ്ങൾ നോവലിൽ വർണ്ണിക്കുന്നു. ക്ലാസ്സിൽ പഠിക്കുവാൻ മിടുക്കിയായിരുന്നു സുഹറ. മജീദാവട്ടെ നേർവിപരീതവും. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാണെന്ന തത്വം കണ്ടുപിടിച്ചതും മജീദ് തന്നെ. അങ്ങനെ സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അപ്രതീക്ഷിതമായി സുഹറയുടെ ബാപ്പ മരണപ്പെട്ടു. അതിനാൽ പട്ടണത്തിലെ സ്കൂളിൽ ചേരാൻ സുഹറയ്ക്കായില്ല. എന്നാൽ മജീദ് പട്ടണത്തിലെ സ്കൂളിൽ ചേരുകയുണ്ടായി. സുഹറയോട് കൂടി പഠിക്കണമെന്ന് മജീദ് ആവശ്യപ്പെട്ടെങ്കിലും ബാപ്പ നിരാകരിച്ചു. സുഹറ മജീദിനെയും മജീദ് സുഹറയെയും സ്നേഹിച്ചു. എന്നാൽ ബാപ്പയുമായുള്ള ഒരു ചെറിയ ഉരസൽ മൂലം മജീദ് നാടുവിട്ടു. ആരോടും ഒന്നും പറയാതെ, എന്തിന് തൻ്റെ സുഹറയോട് പോലും ഒന്നും പറയാതെ മജീദ് നാടുവിട്ടു. ദീർഘമായ 8-10 വർഷക്കാലം ഒരു കത്തിടപാട് പോലുമില്ലാതെ മജീദ് എവിടെയൊക്കെയോ അലഞ്ഞു നടന്നു. നാളുകളായിട്ടുള്ള അലച്ചിലുകൾക്ക് ശേഷം വിഷാദം നിറഞ്ഞ മജീദ് തൻ്റെ കിനാവിലെ രാജകുമാരിയെ തേടി നാട്ടിലേക്ക് വന്നു. എന്നാൽ നാട്ടിലെത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് കച്ചവടത്തിലെ നഷ്ടം കാരണം എല്ലാം നഷ്ടപ്പെട്ട വീട്ടുകാരെയും വിവാഹപ്രായം കഴിഞ്ഞു നിന്ന സഹോദരിമാരും എല്ലാറ്റിനുമുപരി വിവാഹം കഴിഞ്ഞ സുഹറയുമായിരുന്നു. ആദ്യം പിണങ്ങിയെങ്കിലും രണ്ടാം കെട്ടുകാരൻ്റെ ഭാര്യയായി നരകതുല്യമായ ജീവിതം നയിച്ച സുഹറയോട് മജീദിന് വീണ്ടും അനുരാഗം തോന്നി. അങ്ങനെ തൻ്റെ സുഹറയെ സ്വന്തമാക്കാനായി പണം സമ്പാദിക്കാൻ മജീദ് വീണ്ടും നാടുവിട്ടു. സൈക്കിളിൽ സാധനം വിൽക്കുന്ന ഒരു കൊച്ചു ജോലി അവന് ലഭിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, വിധി യാത്രയുടെ വഴിയിൽ നീർക്കുഴി ഒരുക്കി വെച്ചു. ഒരു സൈക്കിൾ അപകടത്തിൽ മജീദിൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. തൻ്റെ ദുരവസ്ഥ മജീദ് ആരോടും വെളിപ്പെടുത്തിയില്ല. കുറേ നാളുകളുടെ അലച്ചിലിന് ശേഷം ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലി കിട്ടുകയും ആ വരുമാനത്തിൽ കരകയറി വന്ന മജീദിനെ ഇടുത്തി വീണ പോലെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നു. തൻ്റെ എല്ലാമെല്ലാമായ സുഹറ മരിച്ചുവെന്ന്. പ്രപഞ്ചം ശൂന്യമാകുന്നത് പോലെ മജീദിന് തോന്നി. അന്ന് തിരിച്ചു വരുമ്പോൾ സുഹറ എന്തായിരിക്കുമോ ചോദിക്കാൻ തുടങ്ങിയത്. ബസിൻ്റെ ഹോണടി മൂലം മുഴിപ്പിക്കാനാവാത്ത സുഹറയുടെ ചോദ്യം എന്തായിരിക്കും എന്ന ചോദ്യത്തോടെ നോവൽ അവസാനിക്കുന്നു. കപട സ്നേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്ക ബാല്യത്തിൻ്റെയും നിർമ്മല പ്രണയത്തിൻ്റെയും കഥ പറയുന്ന ബാല്യകാല സഖി തികച്ചും വായനക്കാരിൽ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് സൃഷ്ടിക്കുന്നത്.